കൊച്ചുമോളും. മുത്തശ്ശിക്ക് നമ്മളോട് ജർമ്മനി ഒക്കെ ഇഷ്ടമായോ? പിന്നെ ഇഷ്ടമായല്ലോ. നല്ല പച്ചപ്പൊക്കെയുള്ള കുറേ സ്ഥലങ്ങൾ, ശുദ്ധമായ വായു, നല്ല വടിവത്ത റോഡുകൾ, നല്ല ട്രാഫിക് സിസ്റ്റം, നല്ല സ്ഥലമാണല്ലോ. എന്നാൽ മുത്തശ്ശി ഇനി നമ്മളെ കൂടെ ഇവിടെ നിന്നാ മതി. അയ്യോ, മുത്തശ്ശിക്ക് ഇവിടുത്തെ കാലാവസ്ഥയൊന്നും ഇനി ശരിയാവില്ല. പിന്നെ ഇവിടുത്തെ ഭാഷ, ജീവിത രീതി എല്ലാം നാട്ടിൽ നിന്ന് വ്യത്യസ്തമല്ലേ. പക്ഷേ മുത്തശ്ശി പറഞ്ഞില്ലേ ഇവിടെയും നാട്ടിലെ പോലെ നല്ല പച്ചപ്പും ഹരിതാവയും ഉണ്ടെന്ന്. പിന്നെ നാട്ടിലെ പോലെ പച്ചക്കറിയും പലചരക്കും ദേശി ഗ്രോസിലെ സിൻഡോ മാമൻ കൊണ്ടുതരുമല്ലോ. പിന്നെ നാട്ടിലാണെങ്കിൽ കുറച്ചു ദിവസമല്ലേ ഓണാഘോഷമുള്ളൂ. ഇവിടെ ബാഡ് ഹോംവർക്ക് ഓണം വരെ ഏകദേശം ഒരു മാസം ഓണം ആഘോഷ പരിപാടികളല്ലേ. മുത്തശ്ശി ഇവിടെ നിൽക്കൂ. മോള് നാടിനെ പറ്റിയും ഇവിടത്തെ പറ്റിയും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്തായാലും ബാഡ് ഹോംവർക്ക് ഓണം കഴിഞ്ഞിട്ട് തന്നെയല്ലേ മുത്തശ്ശി പോകുന്നുള്ളൂ. ഇനി നമുക്ക് ഉറങ്ങിയാലോ? മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? മുത്തശ്ശി കുറെ പുസ്തകങ്ങൾ ഒക്കെ വായിക്കുന്ന ആളല്ലേ. ഇപ്പോൾ മുത്തശ്ശി ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. ഇന്ന് എനിക്ക് മഹാബലിയുള്ള ഒരു കഥ പറഞ്ഞു തരാമോ? കഥയിലെ പിന്നെ കേരളവും ജർമ്മനിയും ഒക്കെ വേണം. അത് കൊള്ളാലോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. മോൾക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിലെ പ്രധാന പാർട്ടിയുടെ പേരറിയാമോ? അറിയാലോ, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അല്ലേ? വളരെ ശരിയാണ്. ഈ മാർക്സ് ആരാണെന്ന് അറിയാമോ? കാൾ മാർക്സ് അല്ലേ? മുത്തശ്ശി പറഞ്ഞു വരുന്നത് എനിക്ക് കത്തുന്നുണ്ട്. മാർക്സ് ഒരു ജർമ്മൻകാരനല്ലേ? മോള് നമുക്ക് ഇനിയാണല്ലോ. അതെ, എന്നാൽ മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരാം. മാർക്സും മാർക്സിന്റെ സുഹൃത്തായ ഏംഗൽസും മഹാബലിയും എല്ലാം ഉള്ള ഒരു കഥ. 1848 ബ്രസൽസ്, ബെൽജിയം. കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി കഴിഞ്ഞതിന് ശേഷം ഏംഗൽസ്, മാർക്സ് പറയൂ. അങ്ങനെ ഇന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി തീർന്നിരിക്കുകയാണ് അല്ലേ? അതെ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായി തോന്നുന്നു. നമ്മുടെ ഈ ആശയം, ഈ പുസ്തകം സർവ്വലോക തൊഴിലാളികളും നേരിടുന്ന ചൂഷണത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാനിടയാവട്ടെ. അതെ, നിങ്ങളുടെ നാക്ക് പൊന്നാകട്ടെ മിസ്റ്റർ ഏംഗൽസ്. ഏംഗൽസേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാതെ വയ്യ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചിന്ത എന്നെ വല്ലാതെ ഉറക്കം കെടുത്തുന്നു. പറയൂ, എന്താണത്? നമ്മുടെ ആശയം ബൂർഷ്വാസി വർഗത്തിനെതിരെ വിപ്ലവം നടത്താൻ തൊഴിലാളി വർഗത്തിന് ശക്തി പകരും. മുതലാളിത്തം തുലയും. തൊഴിൽ സ്ഥാപനങ്ങൾ ആരുടെയും കുത്തകയല്ലാതെ സമൂഹത്തിൻ്റെതായി വരും. സോഷ്യലിസവും പിന്നീട് കമ്മ്യൂണിസവും നിലവിൽ വരും. ഒരു വർഗരഹിത സമൂഹം ഉയർന്നു വരും. അടിമത്തത്തിന്റെ ചങ്ങലകൾ ഇല്ലാതെ ക്രിയാത്മകമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. വളരെ ശരിയാണ്. എന്താണ് താങ്കൾ ഇറക്കുന്നത്? എൻ്റെ വല്യച്ഛൻ്റെ മകൻ ലുഡ്വിഗ് കൊളോണിലുള്ള കൽക്കരി മില്ലിൽ ജോലി ചെയ്യുകയാണ്. പക്ഷേ അയൽവാസിയായ ബാങ്ക് മാനേജറുടെ മകൾ പഠിക്കുന്ന നാട്ടിലെ ഏറ്റവും നല്ല ഗിംനേഷ്യത്തിൽ തന്നെ തൻ്റെ മകളും പഠിക്കണം എന്ന ആഗ്രഹം കാരണം അവിടുത്തെ ഫീസ് അടയ്ക്കാൻ വേണ്ടി, അവിടെ ഫീസ് അധികമാണ്, കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ദുസൽഡോഫിലുള്ള കൽക്കരി മില്ലിലേക്ക് അയാൾ ജോലി മാറുകയാണ്. ആഹാ, അത് ശരി. മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് എന്താണ് അവസാനമെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. കൂടുതൽ പണം വേണം, പദവി വേണം, പ്രശസ്തി വേണം എന്ന അടിസ്ഥാന സ്വഭാവമുള്ളപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാം ഒരുപോലെ ജീവിക്കുന്ന സാമൂഹിക അവസ്ഥ എങ്ങനെ സാധ്യമാവും? തൊഴിലാളി വർഗം അധികാരത്തിന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടുമോ? മാർക്സേ, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരുന്നു. എന്താണത്? പറയൂ. കള്ളവും ചതിയുമില്ലാത്ത മനുഷ്യരെല്ലാം ഒരുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞെന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. അസാധ്യമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എവിടെയാണത്? കേരളം എന്നറിയപ്പെട്ട പണ്ടത്തെ ഒരു നാട്ടുരാജ്യം.
ഇന്നത്തെ ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി വരും. വളരെ പണ്ട് കേരളം ഭരിച്ച രാജാവാണ് മഹാബലി. അദ്ദേഹത്തിന്റെ കാലത്താണ് അപ്രകാരം ഉണ്ടായിരുന്നത്. വർഷത്തിലൊരിക്കൽ തന്റെ ജനങ്ങളെ കാണാൻ കേരളത്തിൽ വരാനുള്ള വരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. താങ്കൾ പോകണം, കാണാൻ പറ്റും. കൊച്ചി രാജാവിനെ എനിക്കറിയാം, ഞാൻ എല്ലാം പറഞ്ഞു വയ്ക്കാം. തീർച്ചയായും. ആയിരത്തി 848 കേരളം. മഹാബലിയെ കാണാൻ കാറൽ മാക്സ് വരുന്നു. മഹാബലി തമ്പുരാൻ, ഞാൻ മാർക്സ് ആണ്. കാറൽ മാക്സ് അറിയാം. കഴിഞ്ഞ കുറച്ച് വരവുകളിലായി താങ്കളെ കുറിച്ച് കേരളത്തിലെ ചിലർ വളരെ മതിപ്പോടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. സ്വന്തം നാടായ ജർമ്മനി വിടേണ്ടി വന്നു അല്ലേ? പിന്നെ ഫ്രാൻസിൽ നിന്നും നാട് കടത്തപ്പെട്ടു കേട്ടിട്ടുണ്ട്. അതെ. സമൂഹത്തിലെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരുടെ അവസ്ഥ മിക്കപ്പോഴും ഇത് തന്നെയാണ്. അതെ, ഇത് ഞാനും എൻ്റെ കൂട്ടുകാരനായ എംഗൽസും കൂടി രചിച്ച പുസ്തകമാണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. താങ്കളൊന്ന് വായിക്കണം. പുസ്തകം തരൂ. അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ഞാനിത് വായിച്ചിരിക്കുന്നു. കേമമായിരിക്കുന്നു. വളരെ സന്തോഷം മഹാബലി. താങ്കൾ നാട് ഭരിച്ച കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തിനാണ് വന്നത് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി മാർക്സ്. ഞാനതെങ്ങനെ സാധിച്ചെടുത്തു എന്നല്ലേ താങ്കളുടെ ചോദ്യം? യഥാ രാജ തഥാ പ്രജ എന്ന് കേട്ടിട്ടില്ലേ? രാജാവ് എപ്രകാരം പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെയായിരിക്കും ആ നാട്ടിലെ പ്രജകളും. ജനങ്ങളെ ഞാൻ വളരെ വിലമതിച്ചിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസവും സുരക്ഷയും ഭക്ഷണവും ഞാൻ ഉറപ്പുവരുത്തി. അനാവശ്യമായൊരു മത്സരം അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല. നാടിൻ്റെ നന്മയ്ക്കും എന്നോടുള്ള അർപ്പണത്തിനും വേണ്ടി ജനങ്ങൾ ആലസ്യമില്ലാതെ ബുദ്ധിമുട്ടുകളിൽ പതറാതെ തൊഴിൽ ചെയ്തു. എല്ലാ തൊഴിലും ആദരിക്കപ്പെട്ടു പോകുന്നു. ഇതായിരുന്നു എൻ്റെ രഹസ്യം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് എൻ്റെ ജനങ്ങൾ എന്നെ കണ്ടത്. എന്നെക്കൊണ്ട് അസാധ്യമായ ഒന്നുമില്ല എന്ന മനോഭാവം ഒരുപക്ഷെ അന്നെനിക്ക് വന്നിട്ടുണ്ടായിരുന്നിരിക്കാം. തന്മൂലം ദൈവാവതാരം വന്ന് എന്നെ പാതാളത്തിലേക്ക് അയച്ചു. തമ്പുരാൻ, എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ മാനിഫെസ്റ്റോയിൽ എന്ത് കുറവുകളാണുള്ളത് എന്ന് എനിക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെ മുത്തശ്ശി പറഞ്ഞ മാർസിന്റെയും എംഗൽസിന്റെയും മഹാബലിയുടെയും കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മളെ കാണാൻ ഇവിടെ ബാഡ്ഹോംബർഗിൽ വന്ന മഹാബലിയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഹാബലി തമ്പുരാൻ, ഞങ്ങളുടെ സ്കിറ്റൊക്കെ ഇഷ്ടമായോ? Ja, natürlich. Sehr schön. Hat mir sehr gut gefallen. എന്ത് ദോഷോ? പാതാളത്തിൽ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഒരു B2 ലെവൽ വരെ ആയി. sehr schwierig. ഈശ്വര, ട്രംപല്ലേ ഈ വന്നു നിൽക്കുന്നത്? ത്രികാലജ്ഞാനിയായ എനിക്ക് പോലും ഇദ്ദേഹം എന്തു ചെയ്യും, എന്തു പറയും എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. വാമനന്റെ അടുത്തുണ്ടായ അബദ്ധം ഇത്തവണ ആവർത്തിക്കരുത്. ഇയാൾ എന്തു വേണേലും ആവശ്യപ്പെട്ടെന്ന് വരാം. What a wonderful atmosphere, wonderful people, beautiful men, beautiful women, beautiful kids, lovely.
this lady? ഞാൻ റീത. ഞാൻ ഈ പരിപാടിയുടെ ആങ്കറാണ്. അല്ല, ട്രംപ് അല്ലേ? അതെ, ഞാൻ ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ്, the president of the United States. നിങ്ങളെ കാണാൻ ഞാൻ കേരളം പോയിരുന്നു മിസ്റ്റർ മഹാബലി. അപ്പോൾ അറിഞ്ഞു നിങ്ങൾ ഇവിടെയാണെന്ന്. നിങ്ങളുടെ ഫ്രണ്ട് മിസ്റ്റർ വാമനൻ, a little guy. He brought the whole world with just 2 steps. അതെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എൻ്റെ തലയിലായിരുന്നു. Bad Homburg, such a wonderful place. Mr. Mahabali, do you plan to buy Bad Homburg or Germany? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. താങ്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. Then why the hell are you here? ഞാൻ ബാഡ് ഹോംബർഗിലുള്ള എൻ്റെ പ്രജകളുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. പണ്ട് 1848 മാർക്സ് വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഒരു വിദേശ നേതാവ് എന്നെ കാണാൻ വരുന്നത്. എന്താണ് താങ്കളുടെ ആഗമനോദ്ദേശം? Mahabali, നിങ്ങളുടെ ഭരണകാലത്ത് സമ്പത്തും സമൃദ്ധിയും ധാരാളം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. I want to know one thing. Give me a list. Give me the list. How much tariff did you impose on each princely states, on each country during your administration? I want the exact percentage of tariff with which you could become the state with all Sampati and Samruddhi. ദൈവമേ, ട്രംപ്! ഇന്ത്യക്ക് 50% താരിഫ്, H1Bക്ക് $1,00,000 അല്ലേ? Yes, of course. Yesterday, Mr. Modi didn't take my call. I'm not happy about it. I am planning to make the tariff to 75% now. ഇയാളെന്താ കുട്ടികളെ പോലെ? എൻ്റെ ഈ വരവിൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാനുണ്ട്. Wow, I think you want to give me something as a gift. ഗിവ് അല്ല, ടേക്ക്. നിന്നെ ഞാനങ്ങ് എടുക്കുക പാതാളത്തിലേക്ക്. എന്റെ പൊന്നെ, നമ്മുടെ കൊച്ചു പാഠോമ്പറകൾ എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നത്. ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞിട്ട് കാർൾ മാർക്സ് വന്നു, ഏംഗൽസ് വന്നു, പിന്നെ അവസാനം ട്രംപ് വരെ വന്നു. നമുക്ക് അവരെല്ലാം സ്റ്റേജിലേക്ക് വിളിച്ചാലോ? നമുക്ക് വെൽക്കം ചെയ്യാം സുദീപ്, പീറ്റർ, സംഗീത് ആൻഡ് റിതിൽ, സോയ ആൻഡ് അതിഥി. എല്ലാവർക്കും ആ സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? ഇവര് ഉറക്കം വെച്ച് കുറെ നാളായിട്ട് അവർ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയ സ്കിറ്റാണ്. ഇപ്പൊ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ആ തല, സുദീപിന്റെ തല അതിനകത്ത് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരുടെയും എന്താ പറയാ ഇൻപുട്സ് അതിനകത്തേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കിറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സുദീപ് അപ്പൊ സുദീപ് ഓൾറെഡി പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മള് ബാഡോമ്പർ എന്ന് പറഞ്ഞ ഒരു കളരിയാണല്ലോ. നമ്മള് ഡാൻസ് പഠിക്കുന്നു, നമ്മള് സ്കിറ്റ് പഠിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അവസരമാണ് ശരിക്കും. അപ്പൊ നമ്മൾ എല്ലാരും ഇതില് കുറെയൊക്കെ പുതുമുഖങ്ങളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതെല്ലാം. അപ്പൊ എല്ലാരും ഒന്നുകൂടെ പരിചയപ്പെടുത്താം. സുദീപാണ് ഈ സ്ക്രിപ്റ്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതും ഇതിന്റെ ഒരു ഡയറക്ഷനും. പീറ്ററാണ് അതിന്റെ ഒരു ഇൻപുട്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിതിലാണ് ആദ്യം കാർൾ മാർക്സിന്റെ കൂടെ ഫ്രണ്ടായിട്ട് വന്നിരിക്കുന്നത്. ട്രംപ് പിന്നെ നിങ്ങൾ എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. സംഗീതങ്ങളായിരുന്നു. പിന്നെ സോയ അതിഥിയായിരുന്നു ആദ്യം വന്ന മുത്തശ്ശിയും കൊച്ചുമോളുമായിട്ട് വന്നത്. എന്തായാലും ഭയങ്കര ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അവര് ഇനി നമുക്ക് ഇതൊരു വലിയ വലിയ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നമുക്ക് വലിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് ഇവർക്ക് ആശംസിക്കാം. ഇവർക്ക് ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യുന്നതാണ് ആരുമല്ല, നമ്മുടെ സ്വന്തം മാനുവലായിട്ട്, നമ്മുടെ സൂപ്പർ സ്റ്റാർ
നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞാൽ മാനുവലായിട്ട് ശരിക്കും പറഞ്ഞ ഒരു സെലിബ്രിറ്റിയാണ്, നമ്മുടെ ബാഡുംബർഗിന്റെ സ്വന്തമാണ്. ഞാൻ ഒന്നും കൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സ് ടിവിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വയലിനിസ്റ്റ് ആയിരുന്നു മാനുവലേട്ടൻ. മാനുവലേട്ടൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജർമ്മനിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് കൂടുതൽ പൊക്കി പറയണം. താങ്ക് യു മാനുവലേട്ടാ. ഞങ്ങൾ ഇനിയും വിളിക്കൂട്ടെ, ഇവിടെ തന്നെ